കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെ വലിച്ചു വാരി ഒട്ടിക്കുന്ന ഇന്ത്യയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇത്രയ്ക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ പാക് അധീന കശ്മീരും റാവൽകോട്ടും വെച്ച് പാകിസ്ഥാനെ വലിയ രീതിയിൽ തിരിച്ചടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. എന്തായാലും അതിനകത്ത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ പ്രസ്താവനകൾ കൂടെ രൂക്ഷമായി ഉണ്ടായിരുന്നു. സിന്ധു നദീജല ഉടമ്പടി കാലഹരണപ്പെട്ട ണെന്നും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ ഉഭയകക്ഷി പ്രശ്നങ്ങൾ ആവർത്തിച്ചുന്നയിക്കുന്നതിനും പാകിസ്ഥാനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ. UNHRCയുടെ 62ാമത് സെഷനിൽ ഇന്ത്യയുടെ മറുപടി അവകാശ പ്രഖ്യാപന വേളയിൽ സംസാരിച്ച ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൗത്യത്തിലെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗ് പറഞ്ഞു, സിന്ധു നദീജല ഉടമ്പടിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് എല്ലാവർക്കും അറിയാം. ഭീകരതയെ നയരൂപീകരണ ഉപകരണമായി കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം സൗഹാർദ്ദത്തിലും സൗഹൃദത്തിലും അധിഷ്ഠിതമായ സഹകരണത്തിന്റെ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടുന്നത് തുടരുന്നത് യുക്തിക്ക് വിരുദ്ധമാണ്. ഉടമ്പടി ഇപ്പോൾ കാലഹരണപ്പെട്ടതാണെന്നും ഒരുപോലെ നിഷേധിക്കാനാവാത്തതാണ്. ചുറ്റുമുള്ള ലോകം രൂപാന്തരപ്പെടുമ്പോൾ ഒരു സാങ്കേതിക ക്രമീകരണവും കാലക്രമേണ മരവിച്ചിരിക്കാൻ കഴിയില്ല. 1960 ചർച്ച ചെയ്യപ്പെട്ട ഒരു ഉടമ്പടിയെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒറ്റപ്പെട്ടതും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വേർപെടുത്തിയതും കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളിലെ അഗാധമായ മാറ്റങ്ങളാൽ സ്പർശിക്കപ്പെടാത്തതുമായിട്ടുള്ള ഒരു ശാശ്വത അവകാശമായി കണക്കാക്കാനാകില്ല എന്നാണ് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി പറഞ്ഞത്. പോരാത്ത 26 പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെച്ചു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ വിശ്വസനീയമായും തിരിച്ചെടുക്കാനാവാത്ത വിധം ഉപേക്ഷിക്കുന്നതുവരെയും ഈ നീക്കം പ്രാബല്യത്തിൽ തുടരുമെന്ന് കേന്ദ്രം അറിയിച്ചു. പാകിസ്ഥാനിൽ 16 ദശലക്ഷം ഹെക്ടർ കൃഷിഭൂമിയുടെ 80% സിന്ധു നദീതട സംവിധാനത്തെയാണ് ആശ്രയിക്കുന്നത്. കൂടാതെ രാജ്യത്തിന്റെ മൊത്തം ജല ഉപയോഗത്തിന്റെ 93% ഇവിടെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനാണ് ഇന്ത്യ വലിയ രീതിയിൽ ഇങ്ങനെയാണ് ഇന്ത്യ പ്രതികരിച്ചത്. അതേസമയം പാക് അധീന കശ്മീരിൽ എന്താണ് നടക്കുന്നതെന്ന് പാകിസ്ഥാൻ ആദ്യം പോയി നോക്കൂ. അവിടെയുള്ള ജനങ്ങളെ അടിച്ചമർത്താതിരിക്കൂ. ദിവസവും 100 കണക്കിന് കൊലപാതകങ്ങളാണ് റാവൽകോട്ടിലടക്കം നടക്കുന്നത്. അതിലേക്ക് ശ്രദ്ധ ചെലുത്തുക, അല്ലാതെ സ്വയം ഇരവാദം മുഴക്കുകയല്ല ചെയ്യേണ്ടത് എന്നും ഇന്ത്യ പാകിസ്ഥാനെ നോക്കി കഴിഞ്ഞ ദിവസം ആക്രോശിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.